ഹൈന്ദവ വിശ്വാസമനുസരിച്ച് ത്രിമൂർത്തികളിലെ ഒരു മൂർത്തിയും സംഹാരത്തിൻ്റെ ദേവനുമാണ് ശിവൻ. ബ്രഹ്മാവ്, വിഷ്ണു, ശിവൻ എന്നിവരാണ് ത്രിമൂർത്തികൾ. ദേവന്മാരുടെയും ദേവനായാണ് ശിവനെ ശൈവർ ആരാധിക്കുന്നത്. ശിവൻ്റെ ആയുസ് വിഷ്ണുവിൻ്റെ ആയുസിൻ്റെ ഇരട്ടിയാണ് എന്നാണ് ശൈവരുടെ വിശ്വാസം. ഓരോ കൽപ്പത്തിൻ്റെ അന്ത്യത്തിലും ശിവൻ ഉൾപ്പെടെയുള്ള ത്രിമൂർത്തികൾ പരാശക്തിയിൽ ലയിച്ചു ചേരുകയും വീണ്ടും സൃഷ്ടികാലത്ത് അവതരിക്കുകയും ചെയ്യുന്നതായാണ് മറ്റൊരു വിശ്വാസം. ഭഗവാൻ ശിവൻ്റെ രൂപത്തിലെ 12 പ്രത്യേകതകൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം. ശിവരൂപം. മറ്റു ദേവന്മാരിൽ നിന്നും വ്യത്യസ്തമായി ജടാധാരിയും ശ്മശാനവാസിയുമാണ് ശിവൻ. തൃശൂലം ശിവൻ്റെ കയ്യിൽ എപ്പോഴുമുണ്ട്. കൂടാതെ ചന്ദ്രക്കല ജടയിൽ വിരാജിക്കുന്നു. ശരീരത്തിൽ ആഭരണങ്ങളായി രുദ്രാക്ഷമാലയും നാഗങ്ങളുമാണുള്ളത്. ധരിച്ചിരിക്കുന്ന വസ്ത്രമോ പുലിത്തോലും. തൃക്കണ്ണ്. ശിവഭഗവാന്റെ മറ്റൊരു പ്രത്യേകതയാണ് നെറ്റിയിലുള്ള 3ാമത്തെ നേത്രം. തൃക്കണ്ണിൽ നിന്നുള്ള അഗ്നി കൊണ്ടാണ് ശിവഭഗവാൻ കാമദേവനെ ഭസ്മീകരിച്ചത്. ചന്ദ്രക്കല. ശിവൻ്റെ ജടാമൗലിയിൽ എപ്പോഴും ചന്ദ്രദേവൻ വിരാജിക്കുന്നു എന്നാണ് വിശ്വാസം. അതിനാൽ തന്നെ ചന്ദ്രശേഖരൻ, ചന്ദ്രമൗലി, കലാധരൻ തുടങ്ങിയ നാമങ്ങൾ ശിവൻ്റെ പര്യായങ്ങളാണ്. ഭസ്മം. ശിവൻ്റെ ശരീരത്തിൽ ഭസ്മം ലേപനം ചെയ്തിരിക്കുന്നു. മനുഷ്യരാരും മൃത്യു എന്ന സത്യത്തിൽ നിന്ന് മോചിതരല്ല എന്നും എന്നാൽ ശിവം അനശ്വരമാണെന്നും ഇത് സൂചിപ്പിക്കുന്നു. ഭസ്മധാരിയും ശ്മശാനവാസിയുമായ ശിവൻ്റെ ഒരു രൂപമാണ് ഭൈരവൻ. ജട. ശിവൻ്റെ കേശം ജട പിടിച്ചതും കബർദത്തെപ്പോലെ കെട്ടിവച്ചിരിക്കുന്നതുമാണ്. ജടാധാരി, വ്യോമകേശൻ എന്നീ നാമങ്ങളും ശിവൻ്റെ പര്യായങ്ങളാണ്. നീലകണ്ഠം. സമുദ്രമഥനത്തിൻ്റെ ഫലമായി കാളകൂടം എന്ന മാരക വിഷം പുറത്തേക്ക് വന്നു. 3 ലോകത്തെയും സംഹരിക്കാൻ ശക്തിയുള്ള വിഷമായിരുന്നു കാളകൂടം. കാളകൂടത്തെ ഉൾക്കൊള്ളാൻ മൃത്യുഞ്ജയനായ ശിവന് മാത്രമേ സാധിക്കുമായിരുന്നുള്ളൂ. ഹലാഹലം അഥവാ കാളകൂട വിഷം പാനം ചെയ്ത ശിവൻ്റെ കഴുത്ത് നീലനിറമായി മാറി. അന്നു മുതൽ ശിവൻ നീലകണ്ഠൻ എന്ന നാമത്തിൽ അറിയപ്പെടാൻ തുടങ്ങി. ഗംഗാനദി. സ്വർഗത്തിലൂടെ ഒഴുകിയിരുന്ന നദിയായിരുന്നു ഗംഗ. ഭഗീരഥൻ എന്ന ഋഷി തൻ്റെ പൂർവ്വ പിതാമഹന്മാരുടെ പാപം തീർക്കാനായി കഠിന തപം ആരംഭിക്കുന്നു. ഗംഗയെ ഭൂമിയിലെത്തിക്കുക മാത്രമായിരുന്നു അതിന് ഏക ഉപായം. എന്നാൽ ഗംഗ സ്വർഗത്തിൽ നിന്നും ഭൂമിയിലേക്ക് പതിച്ചാൽ അതിൻ്റെ ആഘാതം തടുക്കാൻ ഭൂമിക്കാവില്ല. ആയതിനാൽ സ്വർഗത്തിൽ നിന്നും ഭൂമിയിലേക്ക് പതിച്ച ഗംഗയെ ശിവൻ തൻ്റെ ജടയിൽ ബന്ധനസ്ഥയാക്കി. പിന്നീട് ഗംഗാനദി ശിവൻ്റെ ജടയിൽ നിന്നും ഉത്ഭവിച്ച് ഭാരതദേശത്തിലൂടെ ഒഴുകി സർവ്വജനങ്ങളുടെയും പാപത്തെ കഴുകിക്കളഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നാണ് വിശ്വാസം. ഗംഗയെ ജടയിൽ ഉൾക്കൊള്ളുന്നതിനാൽ ഗംഗാധരൻ എന്ന നാമത്തിലും ശിവൻ അറിയപ്പെടുന്നു. നാഗങ്ങൾ. നാഗങ്ങളെ ആഭരണങ്ങളായി ശരീരത്തിൽ അണിയുന്ന ദേവനായാണ് ശിവനെ വർണ്ണിക്കുന്നത്. വാസുകി എന്ന നാഗത്തെ ശിവൻ എപ്പോഴും കഴുത്തിലണിയുന്നു. മാൻ. കയ്യിൽ മാനിനെ വഹിക്കുന്ന രൂപത്തിലും ശിവനെ വർണ്ണിക്കാറുണ്ട്. ചഞ്ചല ചിത്തത്തിൽ നിന്നും ശിവൻ മോചിതനാണ് എന്നാണ് ഇത് പ്രതീകവൽക്കരിക്കുന്നത്. മനുഷ്യൻ്റെ മനസ്സ് ഒരു ചിന്തയിൽ നിന്നും മറ്റൊന്നിലേക്ക് ഒരു മാനിനെ പോലെ ചാടിപ്പോയിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ ശിവൻ സർവജ്ഞാനിയും നിർവികാരനും നിർവികൽപ്പവുമാണ്. തൃശൂലം. ശിവൻ്റെ സവിശേഷമായ ആയുധമാണ് തൃശൂലം. ശിവൻ്റെ വലതുകൈയിലേന്തിയ സദ്ഗുണം, തമോഗുണം, രജോഗുണം എന്നീ ത്രിഗുണങ്ങളെയാണ് തൃശൂലം കൊണ്ട് പ്രതീകവൽക്കരിക്കുന്നത്. പരമാധികാരത്തിൻ്റെ ചിഹ്നമായും തൃശൂലത്തെ കണക്കാക്കുന്നു. ഡമരു. ശിവൻ്റെ ഇടതുകൈയിലെ ഡമരു ശബ്ദബ്രഹ്മത്തെ സൂചിപ്പിക്കുന്നു. ഡമരുനാദത്തിൽ നിന്നാണ് സംസ്കൃത ഭാഷ ഉത്ഭവിച്ചത് എന്നൊരു വിശ്വാസവും നിലനിൽക്കുന്നു. നന്ദികേശ്വരൻ. ശിവൻ്റെ വാഹനമായ വൃഷഭമാണ് നന്ദി. പശുപതി എന്നൊരു നാമവും ശിവനുണ്ട്. മൃഗങ്ങളുടെ എല്ലാം പാലകൻ എന്നാണ് പശുപതി എന്ന വാക്കിനർത്ഥം. മനുഷ്യരൂപത്തിലും നന്ദിയെ ചിലപ്പോൾ ചിത്രീകരിക്കാറുണ്ട്. ശിവൻ്റെ പരമഭക്തനാണ് നന്ദി. പുരാണങ്ങൾ പ്രകാരം ശിവൻ ശരീരത്തിലെ ജീവനും പാർവതി ബലവുമായി കണക്കാക്കപ്പെടുന്നു. ശിവസാന്നിധ്യമില്ലാത്ത ശരീരം ശവസമാനമായി കണക്കാക്കപ്പെടുന്നു. ശിവം എന്നതിൻ്റെ പദാർത്ഥം തന്നെ മംഗളകരമായത് എന്നാണ്. നിത്യവും ശിവാരാധന ചെയ്യുന്ന ഭക്തൻ മരണാനന്തരം കൈലാസത്തിലെത്തി ശിവനിൽ ലയിച്ച് മോക്ഷം പ്രാപിക്കുന്നു എന്നാണ് വിശ്വാസം. ശിവം ശിവകരം ശാന്തം
ശിവാത്മാനം ശിവോത്തമം ശിവമാർഗപ്രണേതാരം പ്രണതോസ്മി സദാശിവം. ഓം നമഃ ശിവായ.